PM ശ്രീയിൽ ഒപ്പുവച്ചിരിക്കുകയാണ് സംസ്ഥാനവും. തുടക്കം തൊട്ട് തന്നെ ഇതിന് വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഇതാ അങ്ങനെ ഒരു ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവച്ചിരിക്കുന്നു. അതും മുന്നണിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനിടയിലാണ് ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ ഒരു നീക്കം വന്നത്. കഴിഞ്ഞ ദിവസം MA ബേബി ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ വാക്കുകളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ളൊരു നീക്കത്തിലേക്കായിരുന്നു സർക്കാർ കടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു. പിന്നീട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഇന്നിതാ CPMന്റെ യോഗമുണ്ടായിരുന്നു, CPIയുടെ യോഗമുണ്ടായിരുന്നു. അതിനുശേഷം പല നിർണായക വാർത്താ സമ്മേളനങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് CPIയെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, മാധ്യമങ്ങൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട എന്നായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ മുന്നണിക്കുള്ളിൽ തന്നെ ഈ ഒരു PM ശ്രീ കാരണം ഉണ്ടാകാൻ പോകുന്നു എന്നതറിയേണ്ടതുണ്ട്. മുന്നണി വിട്ട് പുറത്തേക്ക് പോകാൻ CPI തയ്യാറാകുമോ എന്നറിയേണ്ടതുണ്ട്. വിശദമായി തന്നെ പരിശോധിക്കാം. അജിം സർ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അന്ത്യം? അല്ല, ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അടുത്ത ആഴ്ച നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷയം ചർച്ച ചെയ്യുമെന്നാണ്. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവ് അല്ല, സംസ്ഥാന കൗൺസിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അതാണ് ഒരു ലാസ്റ്റ് തീരുമാനം എടുക്കുന്ന ബോഡി. പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LDF കൺവീനർക്ക് ബിനോയ് വിശ്വം ഒരു കത്ത് കൊടുത്തു. D രാജയ്ക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം ആ D രാജയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ്. ഇത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കാരണം മന്ത്രിസഭയിൽ നയപരമായ കാര്യമായതുകൊണ്ട് ഇതിലിപ്പോൾ ഒപ്പിടരുതെന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടും LDF അറിയാതെ അത് ഒപ്പിട്ടു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ CPI ഉയർത്തിയ ഏറ്റവും ഗൗരവമുള്ളൊരു കലാപമായി ഇതിനെ കാണണം. ഇതിനു മുമ്പ് CPI അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയോ CPMനെ വിമർശിച്ചോ രംഗത്തെത്തിയിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, മാവോയിസ്റ്റ് എൻകൗണ്ടർ സംബന്ധിച്ച വിഷയങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ വിഷയങ്ങളിലും ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന CPMനോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് CPIക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മാവോയിസ്റ്റ് വിഷയത്തിൽ, അതുപോലെ UAPA ചാർത്തിയ വിഷയങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിലാണ് സർക്കാരിനെ ഡയറക്റ്റ് വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. സാധാരണ രീതിയിലൊരു മുന്നണിക്കകത്തുണ്ടാകുന്ന അഭിപ്രായ ഭിന്നത പറയുന്നത് പോലെയല്ല അദ്ദേഹം പറയുന്നത്. മുമ്പ് കാനം രാജേന്ദ്രൻ്റെ കാലത്ത് സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ഭാഷയിൽ പോലുമല്ല, വളരെ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPI ഇരുട്ടിലാണ്, ഞങ്ങളിതൊന്നും അറിയുന്നില്ല. അതായത് മന്ത്രിസഭയിൽ എതിർപ്പ് ഉയർത്തിയതിനു ശേഷം മന്ത്രിസഭാ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചൊരു കാര്യം, LDFൽ ചർച്ചയെ ചെയ്യാത്ത ഒരു കാര്യം, CPI ആ എതിർപ്പ് ഉയർത്തിയതിനു ശേഷവും അവരറിയാതെ പോയി രഹസ്യമായി ഒപ്പിട്ടിരിക്കുന്നു. മാധ്യമങ്ങളിൽ ഈ ഒപ്പിട്ടു എന്ന വാർത്ത പുറത്തു കൊണ്ടുവരുന്നവരെ CPI അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് പോലും അറിയില്ല ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് ആ വിഷയം അവർ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് ഗൗരവത്തിലെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒപ്പിട്ട MOU അത് ബിനോയ് വിശ്വം വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. MOUവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ സ്കോപ്പ് ഓഫ് MOU എന്നതിൻ്റെ അടിയിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് PM ശ്രീ പദ്ധതി NEPയുടെ ഒരു ഷോക്കേസ് ആണെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നമുക്കതിൻ്റെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ NEPയുടെ ഒരു വെഹിക്കിളാണ്. നമ്മളൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളൊക്കെ ഉണ്ടാക്കില്ലേ. ഇപ്പോൾ ഒരു ഹൈവേ പണിയാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായ കമ്പനി ഉണ്ടാക്കും. പ്രത്യേകമായ കമ്പനി ഉണ്ടാകുന്നത് എന്തിനാണ്? അതിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും മുഴുവൻ കാര്യങ്ങളും ആ കമ്പനിയുടെ അണ്ടറിൽ വരാൻ വേണ്ടിയാണ്, അത് ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. വളരെ കൃത്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി ഈ പറയുന്ന PM ശ്രീ മാറുകയാണ്. അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇതുവരെ എതിർത്തത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനം തുടങ്ങി ഏതാണ്ട് അവസാനം വരെയും വളരെ വൃത്തിയായിട്ട് അദ്ദേഹം പറഞ്ഞൊപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ NEPക്ക് എതിരാണ്, ഞങ്ങൾ ഇതുവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാലത്തും നമ്മളത് അംഗീകരിച്ചിട്ടില്ല. NCERTയുടെ യോഗത്തിൽ പോയിട്ട് ഞാൻ തന്നെ പോയി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണം സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ V ശിവൻകുട്ടി പതറിപ്പോവാണ്. ശിവൻകുട്ടി പറയാം, NEPക്ക് മുമ്പുണ്ടായിരുന്ന നിലപാടൊക്കെ ഞാൻ മാറ്റി എന്ന് അദ്ദേഹം പറയുകയാണ്. അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, കാരണം എഴുതി തയ്യാറാക്കിയ മറുപടി അല്ല അദ്ദേഹം പറയുന്നത് എന്നുള്ളതുകൊണ്ട്. ഗോവിന്ദ മാസ്റ്റർ എന്തൊക്കെയാണ് പറയുന്നത്? ഗോവിന്ദ മാസ്റ്റർ മറ്റേ ഭൂപരിഷ്കരണം നടപ്പാക്കിയ കാര്യവും ഭൂജന്മിത്വത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോരാടിയ കാര്യമൊക്കെ പറഞ്ഞ് അവസാനം വന്നു കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ ഏത് CPI എന്ന് ചോദിച്ചില്ല, നിങ്ങൾ വെറുതെ വാർത്തയുണ്ടാക്കിയെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ ശകാരിക്കുന്നു. CPI ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ CPI ഉള്ളത്. അത് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്തൊക്കെ മനസ്സിലാക്കിയതുപോലെ, കാനം രാജേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാവുന്ന ഒരാളല്ല ബിനോയ് വിശ്വം. കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കുറേ കാര്യങ്ങൾ നിശബ്ദനായിരുന്നു.
ഈ മാവോയിസ്റ്റ് വിഷയങ്ങളിലൊക്കെ അദ്ദേഹം എതിർപ്പ് ഉയർത്തിയപ്പോൾ പോലും അവസാന കാലങ്ങളിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് നിശബ്ദനായി. അതിന് മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം പൊതുവെ സർക്കാരിനെ പിന്താങ്ങുന്ന, സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി നൽകി സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ എൻ്റയർ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും നിർണായകമായ ഒരു വാർത്താ സമ്മേളനമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എഴുതി വായിക്കുന്ന വാക്കുകളേക്കാൾ മൂർച്ചയുള്ള വാക്കുകളാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മുന്നണി വിടുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ അതൊരു ആൻറ്റിസിപ്പേറ്ററി ക്വസ്റ്റ്യനാണ്, അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ LDF എന്ന മുന്നണി രൂപീകരിച്ചതിന് ശേഷം CPI പോകട്ടെ, ഏതെങ്കിലും ഘടകകക്ഷി ആ മുന്നണിക്കുള്ളിൽ ഉയർത്തുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ കലാപമാണെന്ന് ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് CPIയുടെ മാത്രമല്ല, CPMൻ്റേത് ഉൾപ്പെടെയുള്ള ഇടതുകക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേണാണ് രാജ്യത്തെ പാഠ്യപദ്ധതികളുടെ വർഗീയവൽക്കരണം. നമുക്കറിയാം, വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത് അവരുടെ ഏറ്റവും തലമുതിർന്ന RSS ഐഡിയലോഗായ മുരളി മനോഹർ ജോഷിയാണ്. എന്തുകൊണ്ടാണ് അവർ RSSനെ സംബന്ധിച്ച് RSSൻ്റെ ഏറ്റവും പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. നമ്മൾ ഹിന്ദുത്വ ലബോറട്ടറി എന്ന് ഗുജറാത്തിനെ എപ്പോഴും പറയാറുണ്ട്. ഗുജറാത്ത് ഹിന്ദുത്വ ലബോറട്ടറി ആയത് എങ്ങനെയാണ്? ഗുജറാത്തിനെ ഹിന്ദുത്വ ലബോറട്ടറി എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 95 മുതൽ, ഇപ്പോൾ ഈ 30 വർഷമായി BJP തുടർച്ചയായി അവിടെ ഭരിക്കുകയാണ്. 95 മുതൽ 2002 വരെ അവിടെ നടന്നിട്ടുള്ള പാഠ്യപദ്ധതികളിലെ മാറ്റം, 95 മുതൽ 2002 ഗുജറാത്ത് കലാപം വരെ അവിടെ നടന്നിട്ടുള്ള പാഠ്യപദ്ധതികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഫ്തർ ഹാഷ്മി ട്രസ്റ്റൊക്കെ പോലുള്ള സംഘടനകൾ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങളാണ് മാറ്റിയിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത് മാറുന്നത്, എത്ര തീവ്രമായിട്ടാണ് മാറ്റുന്നതെന്ന് പൂർണ്ണമായും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഠനങ്ങളുണ്ട്. അത് ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ എങ്ങനെയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് അതിനെ ഹിന്ദുത്വ ലബോറട്ടറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നത്. ഗുജറാത്ത് മാറിയത് എങ്ങനെയാണ്? ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തിലൂടെയാണ്. അവിടെ പഠിച്ചിറങ്ങിയ ഒരു തലമുറ അവരുടെ തോട്ട് പ്രോസസ് മുഴുവനായി മാറിപ്പോയി. അവർ ഇന്ത്യൻ ചരിത്രത്തെ, ഇന്ത്യയുടെ സ്വഭാവത്തെ ഇതെല്ലാം മറ്റുള്ളവർ കാണുന്ന പോലെയല്ല കാണുന്നത്. ആ മാറ്റം അത് കേവലമായ BJP അധികാരത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നം മാത്രമല്ല, ആളുകളുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റിക്കളയുന്നൊരു പ്രക്രിയയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു നൽകുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ആ സാമ്പിൾ, ആ ഹിന്ദുത്വ ലബോറട്ടറിയുടെ സാമ്പിൾ ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതിയാണ് NEP എന്ന് CPI മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ബഹുഭൂരിഭാഗം ആളുകൾ ആശങ്കിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അത് വളരെ നാച്ചുറലൈസ് ചെയ്യപ്പെടുകയും ഈ ഒരു തലമുറ തന്നെ മാറിപ്പോവുകയും ചെയ്യും. മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്ന ആശയമില്ല, ഇന്ത്യ എന്ന ഒരു നാഷൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്ന് ആശങ്കിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതുകൊണ്ടാണ് അദ്ദേഹം ഗൗരവപൂർവ്വം പറയുന്നത്. അതർവൈസ് നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPI മാവോയിസ്റ്റ് വിഷയത്തിലും UAP വിഷയത്തിലും അല്ലാതെ സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുമാത്രവുമല്ല, അപ്പോൾ ബിനോയ് വിശ്വം സംസാരിച്ചു തുടങ്ങി തൊട്ട് മുമ്പ് രാജ ഇത് തന്നെയാണ് പറയുന്നത്. ഈ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അതിന് തുറന്നു പറയുന്നു. എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ MA ബേബിയെ കണ്ട് കാര്യം സംസാരിക്കുമെന്ന് പറയുന്നു. MA ബേബി എന്നത് ദേശീയ സെക്രട്ടറി, CPMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹവുമായി സംസാരിക്കുമെന്ന് പറയുന്നത് CPIയുടെ ദേശീയ നേതൃത്വമാണ്. അപ്പോൾ ഇതൊരു ദേശീയ പ്രശ്നമായി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദേശീയ ഇഷ്യൂ ആയി മാറുകയാണ്. കേവലം ഇത് LDFൽ മാത്രം ചർച്ച ചെയ്ത് തീരുന്ന ഒരു സംഭവമല്ല, ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വിഷയമാക്കി CPI ഇതിനെ മാറ്റിയിട്ടുണ്ട്. അവർ മുന്നണി വിട്ടു പോകുമോ ഇല്ലേ എന്നുള്ളതല്ല, അവർ LDF വിട്ട് നാളെ UDFൽ ചേരുമോ, ഇലക്ഷൻ കാലത്ത് UDFൻ്റെ അത്തരം ചർച്ചകളേക്കാൾ ഉപരി ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നതിൽ ബിനോയ് വിശ്വം 100% ഇന്ന് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിലൊരു പ്രശ്നമാണ്. അതായത് NEP വന്നോട്ടെ, PM ശ്രീ വന്നോട്ടെ, അവർ കാശ് തരട്ടെ, നമ്മൾ NEP അംഗീകരിക്കുന്നില്ലല്ലോ, നമ്മളതിനെ എതിർത്ത് തോൽപ്പിക്കുമല്ലോ. അങ്ങനെയല്ല. ഈ MOU നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, PM ശ്രീ നടപ്പാക്കുന്നത് NEP ആണ്. PM ശ്രീ അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്. അത് നടപ്പാക്കാൻ വേണ്ടി, NEP നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളിതിൽ ഒപ്പുവെക്കുന്നതെന്ന് സ്കോപ്പ് ഓഫ് MOU എന്ന് ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിനുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ വിശദമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ NEPയുടെ ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട്, പാഠപുസ്തകങ്ങൾ നമ്മളല്ലേ ഉണ്ടാക്കുന്നത്, അത് SCERT ആണല്ലോ, NCERT അല്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു 17-ാം പേജിൽ 32ാമത്തെ ഖണ്ഡിക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് NCERT കാര്യങ്ങൾ തയ്യാറാക്കും, പിന്നെ ഒരു റീജിയണൽ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ആവാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, ആ വാക്കാണ് അതിൽ പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, ഇതെല്ലാം നടപ്പാക്കേണ്ടത് NEP അടിസ്ഥാനത്തിലായിരിക്കണം. NEP അടിസ്ഥാനത്തിലായിരിക്കണം. NCERTയുടെ ഫ്രെയിംവർക്കിന് അടിസ്ഥാനത്തിൽ നിങ്ങൾ പുസ്തകം ഇറക്കാവുള്ളൂ. അതിന് പറഞ്ഞതിനർത്ഥം
അവർ പുസ്തകത്തിൻ്റെ കണ്ടന്റ് തരും, നിങ്ങൾ വേണ്ടി അച്ചടിച്ചോ, നല്ല പേപ്പറിലൊക്കെ അച്ചടിച്ചോ. പുസ്തകങ്ങൾ റീജിയണൽ ലാംഗ്വേജ് കൊടുക്കുന്നതിൽ പറയുന്നുണ്ടല്ലോ. റീജിയണൽ ലാംഗ്വേജിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ വേണ്ടി പേപ്പറൊക്കെ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, പുസ്തകത്തിൻ്റെ പുറംചട്ടയും കളറൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, പേര് നിങ്ങൾ തീരുമാനിച്ചോ, കണ്ടന്റ് ഞങ്ങൾ തരും എന്നാണ് അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത്. മന്ത്രി അത് വളരെ വിദഗ്ധമായി, അല്ലെങ്കിൽ മന്ത്രിക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കുറിപ്പെഴുതി കൊടുത്തപ്പോൾ വളരെ വിദഗ്ധമായി അത് ഒഴിവാക്കിയിട്ടാണ് മന്ത്രി അത് വായിച്ചത്. ഇത്ര നമ്പറിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഇത്ര നമ്പർ എന്ന് പറയുമ്പോൾ ആളുകൾ എടുത്ത് നോക്കുന്നുള്ള വിവരം പോലും ശിവൻകുട്ടി ഉണ്ടായില്ല. ആളുകൾ എടുത്ത് നോക്കും അതിലെന്താ പറയുന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന, സ്വന്തം പാർട്ടി പ്രവർത്തകരെ, സ്വന്തം വിദ്യാർത്ഥി സംഘടനയെ വഞ്ചിക്കുന്ന, യുവജന സംഘടനയെ വഞ്ചിക്കുന്ന, LDF ഘടകകക്ഷികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് LDF സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കേവലം ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ സംസ്ഥാനത്തെ, ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് CPI ഉയർത്തിയിട്ടുള്ളത്. ദാവൂദ് സാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ കൃത്യമായി അത് എന്താണ് എന്നുള്ള കാര്യം വായിച്ചു നോക്കാണ്ട് നമ്മളത് ചെയ്യില്ലല്ലോ. ഇതിപ്പോൾ എത്ര തന്നെ ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാലും അതുപോലെ തന്നെ സർക്കാർ പറഞ്ഞാലും അങ്ങനെയല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്തായിരിക്കും ശരിക്കും CPM ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ല, അതിൽ പിന്നെ അമൃത, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ CPM-ന് എന്താണ് PM ശ്രീ പദ്ധതി, എന്താണ് NEP എന്നൊന്നും അറിയാത്ത ആളുകളെല്ലാവരും, അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ NEP-യെക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും മികച്ചൊരു കുറിപ്പ്, ഇപ്പം വായിക്കപ്പെടുന്ന ഏറ്റവും മികച്ച കുറിപ്പ് 2020 തോന്നുന്നു, 2022 മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി 18ഓളം പോയിന്റുകൾ വെച്ചിട്ട് എന്താണ് NEP-യുടെ പ്രശ്നമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റിയാസ് എന്ന് DYFI പ്രസിഡൻ്റായിരിക്കും. അത് പിന്നെ അതിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് റിയാസ് പറയുന്നത്. ഒന്ന്, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണം, കച്ചവടവൽക്കരണം, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം. ഈ 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്തുകൊണ്ട് NEP എതിർക്കുന്നു എന്നൊരു വിശദമായ കുറിപ്പ് റിയാസ് എഴുതുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്നത്. അപ്പോൾ അവർക്കിത് അറിയാത്തതുകൊണ്ടല്ലോ, അവരിത് വെൽ സ്റ്റഡീഡാണ്. പക്ഷേ പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് PM ശ്രീയിൽ കൊണ്ടുപോയി ഒപ്പുവെച്ചു എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഈ എന്താണ് ബിനോയ് വിശ്വം പറയുന്ന ഇരുട്ടിൽ നിർത്തി ഒപ്പുവെച്ചു എന്നുള്ള പ്രശ്നം, അത് വേറൊരു പ്രശ്നമാണ്. ഇടതു ജനാധിപത്യ മുന്നണി ഈ ബിനോയ് വിശ്വം 2 തവണ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇരുട്ടിൽ നിർത്തി എന്നുള്ളത്. എന്താണ്, ഇതൊരു ഇരുട്ടു ജനാധിപത്യ മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഒപ്പുവെച്ചത് കഴിഞ്ഞാൽ അതിൽ ശരിക്കും ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. അതാണ് ഇന്ന് ശിവൻകുട്ടി സങ്കടത്തോടെയാണെങ്കിലും പറയുന്നത്. പൈസ തരുന്നില്ല, എന്തു ചെയ്യും? ഇതാണ് പ്രശ്നം. ഇതൊരു ജെന്യൂൻ ഇഷ്യൂ ആണ്. കാരണം ഇത് ഞാൻ ഒന്നാണ് പലവട്ടം ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞ കാര്യമാണ്. ഇതാണ് കേന്ദ്രത്തിൻ്റെ രീതി. GST നടപ്പിലാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തുകൾക്ക് എന്താണോ അവരുടെ പൊസിഷൻ എന്താണോ, അവരുടെ ശക്തി എന്താണോ, അവരുടെ സ്കോപ്പ് എന്താണോ, ആ ഒരു അവസ്ഥയിലേക്കാണ് സംസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എന്ന് പറഞ്ഞാൽ അവർ പാഠപുസ്തകങ്ങൾ അടിച്ചു തരും, അവർ സിലബസ് ഉണ്ടാക്കും, അവർ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കും, അവർ പിന്നെ പരീക്ഷ എപ്പോൾ നടത്തണമെന്ന് നോക്കും, എൻട്രൻസ് എങ്ങനെ, ഇതെല്ലാം അവർ തീരുമാനിക്കും. അത് ഇവിടെ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ്, അതിൻ്റെ നടത്തിപ്പുകാർ മാത്രമാണ്, അതിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടുത്തെ ധനമന്ത്രിയും എന്നൊക്കെ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സാങ്കേതികമായി കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത്. അപ്പോൾ പോലും കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരേപോലെ സ്റ്റേക്കുകളാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മളൊരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമേ കേന്ദ്രം ഏതെങ്കിലും നിലയ്ക്ക് ഇടപെടാറുണ്ടായിരുന്നുള്ളൂ. ഈ ജനറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്ന ആ ഏരിയയിൽ, സ്കൂൾ എഡ്യൂക്കേഷനിൽ കേന്ദ്രം അങ്ങനെ ഇടപെടാറുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. എല്ലാം കൺകറൻറ്റ്, നോക്കൂ, യൂണിയൻ ലിസ്റ്റ് പോലെയല്ല, കൺകറൻറ്റ് ലിസ്റ്റായിട്ട് പോലും എല്ലാം കേന്ദ്രങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ PM ശ്രീയുടെ കൂടെ NEP-യുടെ കൂടെ വേറൊരു പരിപാടിയുണ്ട്, APAR എന്ന് പറഞ്ഞിട്ട്, ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സങ്കല്പം എന്താണ്, 1 നാഷൻ 1 സ്റ്റുഡൻറ്റ് ID എന്നുള്ളതാണ്. ആധാർ പോലെ കുട്ടികൾക്ക് ഒരു ID കൊടുക്കുകയാണ് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും. അതാണ് APAR എന്ന് പറയുന്നത്. അതിലേക്ക് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഞങ്ങളുടെ ഡാറ്റ അതിലേക്ക് തരില്ല എന്ന് പ്രഖ്യാപിച്ചു. അവർ അങ്ങനെ പൊസിഷൻ എടുത്തു. ഞങ്ങൾ മക്കൾ ID ഉണ്ട്, ഇവിടെ മക്കൾ ID ആണ് ഞങ്ങൾ നടത്തുന്നത്. മക്കൾ ID-യുടെ ഡാറ്റാബേസ് ഇത് അങ്ങോട്ട് തരാൻ പോകുന്നില്ല
അത് ഇൻഫ്രിഞ്ച്മെൻ്റാണ്, സംസ്ഥാനത്തിൻ്റെ ഓട്ടോണമിയിലുള്ള കടന്നുകയറ്റമാണ്. ബംഗാൾ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആപ്പാർ ഐ ഡിയിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നില്ല, ഡാറ്റാബേസ് തരില്ല. ബംഗാൾ എന്താണ് ബംഗാൾ ശിക്ഷൻ എന്നോ എന്തോ പറഞ്ഞിട്ട്, ബംഗ്ലാർ ശിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പോർട്ടലുണ്ട്, അത് കീപ്പ് ചെയ്തോളാം ഞങ്ങളെന്ന് പറഞ്ഞു. കേരളം എന്താണ് ഇതിലെടുത്ത നിലപാട്? കേരളം ഈ ഡാറ്റ മൊത്തം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്ന് ചിലരൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയാണ്, എനിക്കറിയില്ല അതിനെ. പക്ഷേ എത്രയായാലും ആപ്പാറുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങളുടെ ഡാറ്റാബേസ് ആപ്പാറുമായിട്ട് റിലേറ്റ് ചെയ്യില്ല, അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല എന്ന് കേരളം ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് വൺ നാഷൻ വൺ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു LP സ്കൂൾ കുട്ടിയുടെ അവനെപ്പോലും ഈ നാഷണൽ ഡാറ്റാബേസിലേക്ക് ലിങ്ക് ആക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതായി മാറുകയാണ്. എന്താണോ ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നത് അത് നേരിട്ട് സ്കൂളുകളിലേക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നും അവിടെ പ്രസക്തിയില്ലാതാവും. ഇതെല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ വൺ നാഷൻ എന്ന ടാഗ് വെച്ച് എന്തൊക്കെ വരുന്നുണ്ടോ അതിലെല്ലാം ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റപ്പെട്ട കേസല്ല. ഈ പ്രോജക്റ്റിനെതിരായി നിങ്ങൾ എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നു, ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുന്ന, സംസ്ഥാനങ്ങൾ ഓട്ടോണമി തകർക്കുക എന്ന് പറയുന്ന, കൺകറൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എല്ലാം യൂണിയൻ ലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കേരള ഗവൺമെൻറ് പ്രതിപക്ഷം പൊതുവെ വൻ ദുരന്തമാണ്. കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിൽ നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാട് എടുക്കുന്ന സമീപനം അല്ലെങ്കിൽ ബംഗാൾ എടുക്കുന്ന സമീപനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ദുർബലരാണെന്ന് മനസ്സിലാവുക. NEPയുടെ കാര്യത്തിൽ തമിഴ്നാട്, ഞങ്ങൾ PMCയുടെ കാര്യത്തിൽ NEPയുടെ കാര്യത്തിലും തമിഴ്നാട് ഇത് ഒരു നിലക്കും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അവർ സ്വന്തമായിട്ട് ജസ്റ്റിസ് മുരുകേശൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി നിശ്ചയിച്ചു നമ്മൾക്ക് എങ്ങനെ ഇത് ഈ പറയുന്ന NEP ഇല്ലാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു SCP, അവർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നു, ഞങ്ങൾ ഈ ഏർപ്പാടില്ല കേട്ടോ എന്ന് പറയുന്നു. ബംഗാളും അതേ സമീപനം സ്വീകരിച്ചു. കോൺഗ്രസ് സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർണാടക, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത അവർ നേരത്തെ തന്നെ ഇതിൽ ഒപ്പുവെച്ചതാണ്. എന്നുവെച്ചാൽ ഈ ഇതിനു മുമ്പ് തന്നെ BJP ഭരിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പിന്മാറാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പക്ഷേ ആപ്പാറിൽ ലിങ്ക് ചെയ്യില്ല എന്ന് കർണാടക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ അവർ ഒരു SCP അവർ തയ്യാറാക്കിയിട്ടുണ്ട്. NEPയിൽ അവരെന്താണ് സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഇനിയും കൃത്യത വരേണ്ടതുണ്ട്. എനിവേ ഈ നോക്കൂ, കേന്ദ്രം ഫെഡറലിസത്തെ തകർക്കുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണം, ഈ ജാതി സംഗതികളൊക്കെ കുറിച്ച് ഏറ്റവും ഗംഭീരമായി സംസാരിക്കുന്ന ആളുകളാണ്, സിദ്ധാന്തം പറയുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം ഇതിൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പ്രയോഗം ഈ രണ്ട് ചങ്കാണ്. ഒരു ചങ്ക് ഇവിടെ ഒരു ഇടതു ചങ്കും ഒരു സംഘചങ്കും ചേർന്നിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് ഏറ്റവും പ്രകടമായി നമ്മൾ കാണുന്ന ആഭ്യന്തര വകുപ്പിലാണ്. ഇപ്പോൾ ഈ പറയുന്ന UAPയുടെ കാര്യത്തിലാണെങ്കിലും മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ എന്താ സ്വീകരിക്കുന്ന സമീപനം? പോലീസിൻ്റെ കാര്യത്തിൽ എന്താ സ്വീകരിക്കുന്ന സമീപനം? അതേ ഇരട്ടൻ ചക്കൻ സമീപനം തന്നെയാണ് ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് നമ്മളെ ഇദ്ദേഹം സംസാരിച്ചത്, വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടാനുള്ള പൈസ, കുട്ടികളുടെ അവരുടെ അഭിവൃദ്ധി, വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശമ്പളം വരെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ SSKയിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട ശമ്പളമാണ് 15,500 കോടി രൂപ തടഞ്ഞു വെച്ചതിലൂടെ പ്രശ്നമാണത്. എന്ന് വെച്ചാൽ ദൈനംദിന നടത്തിപ്പ് തന്നെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ളൊരു നിസ്സഹായാവസ്ഥയാണ് ആര് പറയുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിസ്സഹായമായി ഇരിക്കാനാണോ ഒരു ഇടതുപക്ഷ സർക്കാരിന് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ മുഖ്യമന്ത്രിയെ വെച്ചിരിക്കുന്ന ചോദ്യമാണ് അവിടെ ഉള്ളത്. ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളിലും അപ്പോൾ തമിഴ്നാട് നോക്കൂ, അവർ കേന്ദ്ര ഗവൺമെൻറ് എന്ന വാക്ക് പോലും ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ എന്നവർ ഉപയോഗിക്കില്ല, യൂണിയൻ അരസ് എന്നവർ ഉപയോഗിക്കുകയുള്ളൂ. അതൊരു രാഷ്ട്രീയമായ തീരുമാനമാണ്. ഇതാണ് ഈ 2014 ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്രം എന്ന് പറയുന്ന കേന്ദ്രാധികാരം, സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്ന കേന്ദ്രാധികാരത്തിൻ്റെ ചമ്മട്ടി പ്രയോഗമാണ്. അതിനൊരു ബുൾഡോസർ രാജാണ്.
അതിനെതിരായ വളരെ വിപുലമായ സമരമാണ് അവിടെ നടക്കേണ്ടത്. അതിൻ്റെ ഭാഗമാണ് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നില്ല എന്നുള്ള ഏതാനും 1000 കോടി രൂപയുടെ വിഷയം, SSKയുടെ വിഷയമോ അല്ലെങ്കിൽ കുറച്ച് സ്കൂളുകളുടെ കാര്യമല്ല. വളരെ വിശാലമായൊരു സമരമാണിത്, വിശാലമായൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിനെയെല്ലാം ഒരു ഇടതുപക്ഷ സർക്കാർ, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം നയിക്കുന്നൊരു സർക്കാർ മറന്നു പോകുന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. കണ്ടറിയാം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നടക്കാനിരിക്കുന്നത് എന്ന്.